മാറുന്നതിനനുസരിച്ച് കേന്ദ്രത്തിലും കേരളത്തിലും അടവുപരമായ ചുവടുമാറ്റങ്ങൾ നടത്താൻ വൈമുഖ്യമില്ലാതാനും. അങ്ങനെ വരുമ്പോൾ CPM-നെ സംബന്ധിച്ച് ഇത്ര വലിയ ജനവികാരം കൂടെ നിൽക്കുമ്പോഴും ഒരു സ്ഥലത്ത് തിരിച്ചടി നേരിടുന്നുവെങ്കിൽ സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുന്ന ഘട്ടമാണ്, പുതിയ തെരഞ്ഞെടുപ്പുകളിലേക്ക് പോകണം. അപ്പോൾ അങ്ങനെ ഒരു വലിയ ജനവികാരത്തിൻ്റെ പിന്തുണ കിട്ടാതെ വരുമ്പോൾ സമവാക്യങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. അത്തരം സാധ്യതകൾ ആരായുക എന്നത് അത്ര വലിയ രാഷ്ട്രീയമായ തെറ്റാണോ? അല്ല, ഒരിക്കലും അല്ല. അവിടുത്തെ സ്വാഭാവികമായിട്ട് ചെയ്യാവുന്ന കാര്യം ഞാൻ വളരെ രാഷ്ട്രീയമായിട്ട് പറയാം. വേണു പറഞ്ഞ പോലെ അല്ല, അതിനേക്കാൾ കുറച്ചുകൂടി ഗുരുതരമാണ് ഈ പ്രശ്നം. കാരണം എന്താ വെച്ചാൽ കോട്ടയം ജില്ലയിൽ മാത്രമല്ല, എറണാകുളം ജില്ലയിലും LDF-ന് വലിയ മേൽക്കൈ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ 1-2 സീറ്റുകളൊക്കെ ജയിച്ചത് സ്വാഭാവികമായിട്ട് അതാത് സ്ഥലങ്ങളിലുള്ള ജയിച്ച സ്ഥാനാർത്ഥികളുള്ള വിപ്രതിപത്തി കൊണ്ടാണ്. ഇപ്പോൾ തൃപ്പൂണിത്തുറയിൽ ബാബു തോറ്റത്, അല്ലെങ്കിൽ കൊച്ചിയിൽ ഡൊമിനിക് പ്രസന്റേഷൻ തോറ്റതൊക്കെ അതാത് സ്ഥലത്തെ ആ സ്ഥാനാർത്ഥികളോട് ജനങ്ങൾക്കുള്ളൊരു എതിർപ്പ് കൊണ്ടാണ്, അല്ലാതെ ഇടതുപക്ഷത്തിൻ്റെ മേൻപൗണ്ടല്ല. ഇപ്പോൾ TU കുരുവിള കോതമംഗൽ തോറ്റ് കുരുവിള ആയതുകൊണ്ട് മാത്രമാണ്. അവിടെ ഒരു ചെറുപ്പക്കാരനായ സ്ഥാനാർത്ഥി CPM അവതരിപ്പിച്ചുകൊണ്ട് അയാൾ ജയിച്ചു. അത്രേ ഉള്ളൂ. അതൊരു ഫ്ലൂക്കിലുള്ള ജയമാണ്. യഥാർത്ഥമായ ജയം ഇവിടെ ഒരുപക്ഷെ വൈപ്പിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് മാത്രമാണ് ഒരു രാഷ്ട്രീയമായിട്ടുള്ള വിജയം. ബാക്കിയെല്ലാം വലിയ പരാജയമായിരുന്നു. ഇപ്പോൾ ഇടതുപക്ഷത്തിന് വലിയ പ്രാമുഖ്യമുള്ള പറവൂർ മണ്ഡലത്തിൽ സതീശൻ ജയിക്കുകയാണ്. അപ്പോൾ ഇടതുപക്ഷത്തിന് തിരിച്ചടി നേരിട്ട ഒരു ജില്ലയാണ് എറണാകുളം ജില്ല. കോട്ടയം ജില്ലയിൽ സ്ഥിതി വ്യത്യസ്തമല്ല. സുരേഷ് കുറുപ്പിനെ പോലെ അപൂർവ ആളുകൾ മാത്രമേ ജയിച്ചിട്ടുള്ളൂ. അതൊക്കെ സത്യമാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം കേരളത്തിലെ കത്തോലിക്ക വോട്ടർമാർ ഇപ്പോഴും കോൺഗ്രസിനോട് ചായ്വുള്ളവരാണ് എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. അതിന് കൂടെ നിന്നവരാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ്. തീർച്ചയായിട്ടും അവർക്കും അതിൻ്റെ ഗുണം കിട്ടിയിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ എറണാകുളം കോട്ടയം ജില്ലകളിലെ കത്തോലിക്ക വോട്ടർമാർ സമുദായം എന്നുള്ള നിലയ്ക്ക് ഞാൻ പറഞ്ഞ ആക്ഷേപകരമായിട്ടില്ല, അവരിപ്പോഴും കോൺഗ്രസിനോട് ചായ്വുള്ളവരാണ്. അതാണ് ഞാൻ പറഞ്ഞത്, കേരള കോൺഗ്രസിൻ്റെ വോട്ട് ബേസ് ഒന്നാണ്. ഇനി മാണി ഇടതുപക്ഷത്തേക്ക് പോയി എന്ന് വെച്ചാൽ ഈ വോട്ടർമാരപ്പുറത്തേക്ക് പോകുമോ? അവർ പോവില്ല. ഇനി കർദിനാൾ മാർ വർക്കി വിധേയത്തിൽ നമ്മുടെ ആലഞ്ചേരി പിതാവ് ഇടയലേഖനം വരയ്ക്കാൻ ആളുകൾ പോവില്ല. കാരണം അവർ ഇത് ശീലിച്ചതേ KM മാണി വഞ്ചിച്ചു എന്നതാണ് ഉമ്മൻചാണ്ടിയെ ഇന്നലെ വല്ലാതെ വേദനിപ്പിച്ചത്. അതിൻ്റെ കാരണം താങ്കൾ എത്ര നിരാകരിച്ചാലും അവിടുത്തെ ഗ്രൂപ്പ് സമവാക്യങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ നിൽക്കുന്നതാണ്. ഇപ്പോൾ ഈ ജോഷി ഫിലിപ്പിന് എന്തിനാണ് അവിടുത്തെ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കേണ്ടി വന്നത്? ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ്. അദ്ദേഹം DCC പ്രസിഡന്റ് ചുമതലയിലേക്ക് വരുന്നു. അപ്പോഴും വേണമെങ്കിൽ സാങ്കേതികമായി അവിടെ തുടരാം. പിന്നെ ഒരു ആൾ തന്നെ 2 ചുമതല വഹിക്കരുത് എന്നൊരു ധാർമ്മികതയുടെ പുറത്ത് അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് പോവുകയാണ്. അതും ഉമ്മൻചാണ്ടിക്ക് വേണ്ടിയുള്ള നീക്കങ്ങളാണ്. അവിടെയാണ് KM മാണി ഒറ്റുകാരനായത്. അതിൻ്റെ വേദന കൊണ്ടാണ് നാളിതുവരെ കേൾക്കാത്ത രൂപത്തിൽ KM മാണിയുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ വഞ്ചന എന്ന പ്രയോഗം ഉമ്മൻചാണ്ടിയുടെ നാവിൽ നിന്ന് വന്നത്, കാലുമാറ്റം എന്ന പ്രയോഗം വന്നത്. പക്ഷേ ഇവിടെ പ്രസക്തമാകുന്നൊരു ചോദ്യം, ഈ 42 കൊല്ലത്തെ ബന്ധത്തിൻ്റെ ശക്തിയേക്കാൾ നിങ്ങൾ എന്തുകൊണ്ടാണ് 2011 ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ വരേണ്ട എന്ന നിലപാടെടുത്ത PJ ജോസഫിലേക്ക് ഇപ്പോൾ ഊട്ടിയുറപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഇതിപ്പോൾ മാത്രം കണ്ടതല്ല, ഇതിന് മുൻപൊരു സന്ദർഭത്തിലും കണ്ടതാണ്. KM മാണിയുമായി ബന്ധപ്പെട്ട ബാർ കോഴ വിഷയം കൊടുമ്പിരി കൊണ്ടപ്പോൾ അന്നും PJ ജോസഫ് ഇതുപോലെ തന്നെ ഒരു നിലപാടാണ് എടുത്തത്. പാർട്ടി കമ്മിറ്റി വിളിക്കണമെന്ന് പരസ്യമായി പറയുകയുണ്ടായില്ല. ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന നിർബന്ധ ബുദ്ധി പ്രകടിപ്പിക്കുകയുണ്ടായില്ല. പക്ഷേ ആ ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോഴും KM മാണി വഴങ്ങില്ല എന്ന് കണ്ടപ്പോൾ KC ജോസഫിനെ വിട്ടുകൊണ്ട് PJ ജോസഫ് വിഭാഗത്തെ കൂടെ നിർത്താൻ നിങ്ങൾ നീക്കം നടത്തി. ഇപ്പോഴും അത് തന്നെയാണ് സംഭവിക്കുന്നത്. PJ ജോസഫ് വിഭാഗത്തെ കൂടെ നിർത്താൻ നോക്കുന്നതാ ഇന്നും ഇന്നലെയുമായി അന്ന് പ്രത്യക്ഷപ്പെട്ട അതേ KC ജോസഫ് തന്നെ വീണ്ടും അവതരിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴെന്തുകൊണ്ടാണ് PJ ജോസഫ് നിങ്ങൾക്ക് ഇഷ്ടക്കാരനാകുന്നത്? വേണു, ബഹുമാനനായ ഉമ്മൻചാണ്ടി ഇന്നലെ പ്രകോപിതനായിട്ടല്ല സംസാരിച്ചത്. ഉമ്മൻചാണ്ടി സംസാരിച്ചത് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഏറ്റവും വലിയ വഞ്ചന, ഒരു എഗ്രിമെൻ്റ് പാലിക്കുക എന്നുള്ളത് വ്യക്തികളുടെ കാര്യത്തിലായാലും പ്രസ്ഥാനങ്ങളുടെ കാര്യത്തിലായാലും രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യത്തിലായാലും എഗ്രിമെൻ്റ് പാലിക്കുക എന്നുള്ളതൊരു മര്യാദയാണ്. ആ രാഷ്ട്രീയ മര്യാദ ലംഘിച്ചുകൊണ്ടാണ് ഏപ്രിൽ 3-ാം തീയതി കോൺഗ്രസിൻ്റെയും കേരള കോൺഗ്രസിൻ്റെയും പാർലമെൻ്ററി പാർട്ടി സംയുക്തമായി ചേർന്ന് 14 പേരും ഒപ്പിട്ട തീരുമാനം. ആ തീരുമാനത്തിന് ഘടകവിരുദ്ധമായി കേരള കോൺഗ്രസ് ഇടതുപക്ഷത്തോട് ചേർന്നുകൊണ്ട് അവിടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വിജയിക്കുകയുണ്ടായി. ആ ധാർമ്മിക രോഷമാണ്,
ആ ധാർമ്മിക രോഷമാണ് ശ്രീ പി ജെ ജോസഫിന്റെ വാക്കുകളിലൂടെ പ്രകടമായത്. ശ്രീ കല്ലാനി, ഈ സാഹചര്യങ്ങളൊക്കെ ആര് സൃഷ്ടിച്ചതാണ്? ഈ സാഹചര്യങ്ങളൊക്കെ ആര് സൃഷ്ടിച്ചതാണ്? ഉമ്മൻചാണ്ടിക്ക് അദ്ദേഹത്തിന്റെ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട നീക്കുപോക്കുകളുടെ ഭാഗമായി ഉണ്ടായതാണിത്. ഇവിടെ കോൺഗ്രസിലെ ഗ്രൂപ്പുകൾക്ക് ഇവിടെ എന്താ പ്രസക്തി? ഗ്രൂപ്പുകളുടെ പ്രസക്തി അല്ല. ശ്രീ ജോഷി ഫിലിപ്പ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി AICC നിയമിച്ചു. അദ്ദേഹം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായപ്പോൾ കോൺഗ്രസിന് ഒരു സാമാന്യ മര്യാദ അനുസരിച്ച് ഒരാൾ 2 പ്രമുഖ സ്ഥാനങ്ങൾ വഹിക്കേണ്ട എന്ന തീരുമാനം, ആ തീരുമാനം പ്രാവർത്തികമാക്കാൻ വേണ്ടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പദം അദ്ദേഹം രാജിവെച്ചു. പക്ഷേ അത് രാജിവെക്കുന്നതിന് മുമ്പ് കേരള കോൺഗ്രസ് പാർട്ടിയുമായിട്ട് ആലോചിച്ചു, ബഹുമാന്യായ ശ്രീ KM മാണിയുമായിട്ട് ആലോചിച്ചു, ശ്രീ ജോസ് കെ മാണി അടക്കമുള്ള പാർട്ടിയുടെ പ്രമുഖ നേതാക്കന്മാരുമായി അവിടെയാണ് ശ്രീ KM മാണിയുടെ അണികൾ പറയുന്നത്, ജില്ലാ നേതൃത്വം പറയുന്നത്, നിങ്ങളുടെ ഗ്രൂപ്പിനകത്തുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്ന ചുമതലയിലേക്ക് ഞങ്ങളെ എന്തിന് ബാധ്യതപ്പെടുത്തുന്നു എന്ന്. അതാണല്ലോ ആത്യന്തികമായി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിശ്വാസമൊന്നും അല്ലല്ലോ ഈ നിങ്ങൾ ഒപ്പിട്ട കരാറെന്ന് പറയുന്നത്. നിങ്ങൾക്കൊരു പദവി കിട്ടണം, അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ഇളക്കം വന്നിട്ടുണ്ട് നിങ്ങളുടെ തന്നെ ആഗ്രഹപ്രകാരം, പിന്നെ നിങ്ങൾക്ക് അവിടെ ഒരു പ്രതിപുരുഷനെ വെക്കണം, ആ ഘട്ടം നിങ്ങളായി സൃഷ്ടിച്ചതാണ്. പക്ഷെ നിങ്ങൾക്കതിലൊരു ഉറപ്പ് വേണം, ആ ഉറപ്പിന് വേണ്ടി നിങ്ങൾ ഒപ്പിട്ട് വാങ്ങുന്നു. ഇതൊക്കെ നിങ്ങളുടെ മാത്രം പ്രശ്നമായിരുന്നു ശ്രീ കല്ലാനി. നിങ്ങളുടേതെന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ സുധീറിനോടൊപ്പം നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ചുവടുമാറ്റിയ താങ്കളിലേക്കല്ല വരുന്നത്. അവിടുത്തെ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ അതൊരു തട്ടകമായി കണ്ട് പ്രവർത്തിക്കുന്ന ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട കരുനീക്കങ്ങളുടെ ഭാഗമാണ് ഈ ഉറപ്പടക്കം. അതല്ലാതെ ഒരു പരസ്പര സഹകരണത്തിന്റെയും വിശ്വാസത്തിന്റെയും രാഷ്ട്രീയ ധാർമ്മികതയുടെയും ഒരു ഉള്ളടക്കവുമില്ല അതിൽ വീണ ഓരോ ഒപ്പിനും. വേണു ഇതിനകത്ത് ഗ്രൂപ്പ് രാഷ്ട്രീയം കൊണ്ടുവരണ്ട. എനിക്ക് ബഹുമാനായ ഉമ്മൻചാണ്ടിയും ബഹുമാനായ VM സുധീരനും ശ്രീ രമേശ് ചെന്നിത്തലയും എൻ്റെ നേതാക്കന്മാരാ. ഞാൻ ഒരു ഗ്രൂപ്പിന്റെ വക്താവായിട്ട് പറയല്ല. ഈ 3 പേരും എൻ്റെ നേതാക്കന്മാരാണ്. താങ്കളുടെ പ്രശ്നമല്ല പറയുന്നത്. താങ്കളുടെ പ്രശ്നമല്ല പറയുന്നത്. KM മാണി വിഭാഗം അതിനെ അങ്ങനെയാണ് കണ്ടത്. അല്ല, നിങ്ങൾ ഗ്രൂപ്പിന്റെ അല്ല, KM മാണി വിഭാഗം കണ്ടത് നിങ്ങളുടെ ഗ്രൂപ്പ് തർക്കങ്ങൾക്കിടയിൽ നിങ്ങളുടെ കസേര കളിയിൽ അതിൽ ഒരു വീഴ്ചയും വരാതെ ഒരു പാകപ്പിഴയും വരാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് കേരള കോൺഗ്രസ് എമ്മിനെ ബാധ്യതപ്പെടുത്തുന്ന ഒരു നിലപാട് അത് അവരെന്തിന് അംഗീകരിക്കണം? ഇവിടെ ഗ്രൂപ്പ് ഇവിടെ ഗ്രൂപ്പിന്റെ കാര്യം എന്തിനാ സംസാരിക്കുന്നത്? കേരള കോൺഗ്രസ് പാർട്ടിയുടെ അംഗീകാരത്തോട് കൂടിയാണ് ശ്രീ സണ്ണി പാമ്പാടിയെ ഞങ്ങൾ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. അത് ശരിയാണ്, അത് ശരിയാണ്. പക്ഷെ അതിന്റെ അടിസ്ഥാന വികാരമാണ് ഈ പറയുന്നത്. എന്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാളെ ഞാൻ DCC പ്രസിഡന്റ് ആക്കി, അയാൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. ഇനി അദ്ദേഹത്തിന്റെ ആ ഒഴിവിലേക്ക് എനിക്ക് വേണ്ട വേറൊരാളെ വെക്കുന്നു. അതിന് നേരത്തെ ഉണ്ടായിരുന്ന അതേ സഹായം വീണ്ടും ഉണ്ടാകണമേ. ഇത് നിങ്ങളുടെ പ്രശ്നമാണ് സാർ. ഇത് ഞങ്ങളുടെ പ്രശ്നമോ നിങ്ങളുടെ പ്രശ്നമോ അല്ല, ഇത് രാഷ്ട്രീയ മര്യാദയുടെ പ്രശ്നമാണ്. ആ മര്യാദയാണ് കേരള കോൺഗ്രസിന്റെ നേതാവ് മാണി സാർ ലംഘിച്ചിരിക്കുന്നത്. അതാണ് കോൺഗ്രസുകാര് ഇത്രമാത്രം. ശരി, എനിക്ക് വേഗം ഒരു ഇടവേളയിലേക്ക് പോകണം. ഇതുവരെ ഇടവേള എടുക്കാതിരിക്കുന്നത് കൊണ്ട്. അതിനു മുമ്പായി ശ്രീ പ്രസാദ്, ഒരൊറ്റ കാര്യം. CPMന്റെ അങ്കലാപ്പ്, കോട്ടയത്ത് മറ്റ് സമവാക്യങ്ങളാണ് വിജയം നേടുന്നത് ജനവികാരത്തെക്കാൾ. അപ്പോൾ ആ സമവാക്യത്തെ പഠിക്കുക, അത് നമുക്കെങ്ങനെ അനുകൂലമായി പരിവർത്തിപ്പിക്കാൻ കഴിയുക? അത്തരമൊരു ആശയം ഒരു തെറ്റാണോ? ഇല്ല, അത്തരം ആശയങ്ങൾ തെറ്റാണോ നോക്കുന്നത്. അവിടെ മാത്രമല്ല, കോട്ടയത്ത് എടുക്കുന്ന ഒരു രാഷ്ട്രീയ സമവാക്യം അതേപോലെ ആലപ്പുഴയിൽ പ്രാവർത്തികമാവില്ല. ആലപ്പുഴയിൽ ചിലപ്പോൾ ഈ രാഷ്ട്രീയ സമവാക്യം കാണുന്ന ജനത തിരിഞ്ഞായിരിക്കും ചിലപ്പോൾ ചിന്തിക്കാൻ പോകാം. ഇത് കേരളത്തിൽ മൊത്തത്തിൽ വരുമ്പോൾ കോട്ടയത്തിൽ നേട്ടമുണ്ടാക്കുന്നു എന്നതിൻ്റെ പേരിൽ മറ്റ് ജില്ലകളിൽ അത് കോട്ടമായിട്ട് പരിണമിച്ചാൽ എന്തായിരിക്കും? ഇടതുപക്ഷം. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കേണ്ട രാഷ്ട്രീയ മൂല്യമാണ്. ആ രാഷ്ട്രീയ മൂല്യത്തിന് അനുസരിച്ചുള്ള കൂട്ടുകെട്ടിലേക്ക് മാത്രമേ പോകാൻ പാടുള്ളൂ. അടവുകളും നയങ്ങളും ഒക്കെ ആരെയാണ് ബോധ്യപ്പെടുത്തേണ്ടത്? ഈ പാർട്ടികൾക്കകത്തെല്ലാം ഉള്ള അണികളെ മാത്രമല്ല, ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ജനങ്ങൾ ബോധ്യപ്പെടുമ്പോൾ മാത്രമേ ഞങ്ങൾ വോട്ട് ചെയ്യത്തുള്ളൂ. നമ്മൾ വോട്ടിൻ്റെ കണക്കിലേക്കാണ് ഇതെല്ലാം പോകുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് സംഖ്യാശാസ്ത്രത്തിൻ്റെ വക്കും മൂലയും വെച്ചിട്ട് നമുക്ക് ഒരിക്കലും രാഷ്ട്രീയത്തിൻ്റെ കാര്യങ്ങൾ നിശ്ചയിക്കാൻ പറ്റുകയില്ല. ജനങ്ങളുടെ മനസ്സുകളിലേക്കാണ് ഇതെല്ലാം ചെല്ലേണ്ടത്. ഇന്നലെ ഏറ്റവും ശക്തമായ പ്രചരണങ്ങളെല്ലാം ഇറക്കി എത്രയോ ചെറുപ്പക്കാർ കേരളത്തിൻ്റെ തെരുവോരങ്ങളിൽ കിടന്ന് തല്ലുകൊണ്ട് ശക്തമായ പ്രതിഷേധങ്ങളുടെ വേലിയേറ്റങ്ങൾ സഭയ്ക്കുള്ളിൽ പോലും സൃഷ്ടിച്ചിട്ടാണ് KM മാണിയുടെ അഴിമതിക്കെതിരെ ഇടതുപക്ഷം ഈ പ്രതികരണം ഉയർത്തിക്കൊണ്ടുവന്നത്. എന്ത് മറുപടിയാണ് കേരളത്തിൽ ജനങ്ങളോട് പറയാൻ കഴിയുക? ഉത്തരം പറയേണ്ട ബാധ്യത പൊതുപ്രവർത്തകർക്കുണ്ട്, രാഷ്ട്രീയക്കാർക്കുണ്ട്. ആ ഉത്തരത്തിന് കണക്കുകൾ വച്ച് ഉത്തരം പറഞ്ഞിട്ട് ആ കണക്കാണ് അത് കോട്ടയത്ത് ശരിയാണ് എന്ന് പറഞ്ഞാൽ ജനം അംഗീകരിക്കുകയില്ല. അപ്പോൾ ഏറ്റവും
പ്രത്യേകത കാണേണ്ടത് ജനങ്ങളുടെ മുമ്പിലാണ്. ആ ജനങ്ങളോടാണ് ഇത് പറയേണ്ടത് എന്ന ഉത്തരവാദിത്വവും ബോധ്യവും ഓരോ രാഷ്ട്രീയ തീരുമാനങ്ങളുടെയും പിന്നിൽ ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. ശരി, ഞാൻ ഇടവേളയ്ക്ക് പോകണം. ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് വിജിലൻസ് ഡയറക്ടറെ അടക്കം വീട്ടിലിരുത്തിയത് മാണിയോടുള്ള CPM-ന്റെ സഹകരണ മനോഭാവമോ? ഇടവേളയ്ക്ക് ശേഷം.